നിങ്ങളുടെ ആകെ ഒരു മകനേ ഉള്ളൂ, അവർ വേണം നിങ്ങൾ സംരക്ഷിക്കാൻ, സത്യസന്ധമാണ്. അപ്പം ഈ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയും കുട്ടിയും ആര് സംരക്ഷിക്കണം? അന്വേഷിക്കണ്ടേ? അങ്ങോട്ട് വിളിച്ചാൽ അവര് ജോലിക്കും കൂടെ പോയില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ഇത്രയും കടവുണ്ട്, ആ കുട്ടി എങ്ങനെ പഠിക്കും, എങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് തീർക്കാമെന്ന് നിങ്ങൾ നമുക്ക് അതിലേക്ക് വരാം. ലോൺ എടുത്ത് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തീർത്തിരുന്നെങ്കിൽ അങ്ങേരുടെ തല വെളി വന്നേനെയല്ലോ. എന്നെ ചികിത്സ നടക്കുമോ, ഞങ്ങൾ പൈസ തീർക്കാം, എന്നിട്ട് മോളെ കടങ്ങൾ ഞങ്ങൾ തീർത്തില്ല. ഞങ്ങൾ ഈ വയ്യാതായിട്ട് പോലും ഞാൻ ആരുടെ കടങ്ങൾ തീർത്തു? ഈ 10,000 ഇഷ്ടംപോലെ കടാക്കി വെച്ച് ഞങ്ങള് വസ്തു ഞാൻ പറഞ്ഞുതരാം. ഒരു 10,000 താമസിച്ചപ്പോൾ ഇവർ ഇവിടെ വിതിരർക്ക് വീടുണ്ടായിരുന്നു, അത് എല്ലാം കൊടുത്ത് നശിപ്പിച്ച് ഇവർക്ക് 10,000 ഇവർ ഫാമിലിയുടെ എല്ലാം 10,000 പോയി. അവിടെ നിന്ന് ആദ്യം വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ കാർഡെല്ലാം ഒപ്പിച്ചെടുത്ത് അവിടെ ഒരു വീട് പഞ്ചായത്തിൽ നിന്നൊരു വീട് സെറ്റ് ചെയ്ത് ആ വീട് പഞ്ചായത്ത് കിട്ടിയ വീട് ആ വീട് കൊടുത്തിട്ട് ഇവർ വാടകയ്ക്ക് താമസിച്ചിട്ട് ആ വീട് വാങ്ങി അവിടെ ഒരു വീട് വാങ്ങി എൻ്റെ സ്ഥലം കിട്ടി, അത് പഴയ വീട് ഇടിച്ചുകൊണ്ടൊരു വീട് പണിത്. അപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ ലോണ് പൈസ ഇവിടെ ഒപ്പിട്ട് വാങ്ങുന്നത് ഇവളെ അത് തദ്ദേശം ചെയ്താണ് ഇവരാണ് ഇവിടെ ഒപ്പിട്ട് വാങ്ങുന്നത്. അവസാനം ഈ വീട് പൂർത്തിയാകാതെ തന്നെ ഇവർ വീട് വിൽക്കുകയാണ് ചെയ്യണത്. കാസർഗോഡ് കണ്ണൂരോട്ട് ഈ ചെങ്ങറ സമരഭൂമി കിടന്നിട്ട് അവിടെ നിന്ന് കണ്ണൂർ സ്ഥലം കിട്ടിയപ്പോൾ ഇവർ ഇവിടുന്ന് പോയപ്പോൾ ഈ വീട് വിറ്റു. ഇപ്പോൾ അവിടുന്ന് ബാങ്ക് പത്തനാപുരത്ത് പഞ്ചായത്ത് ബ്ലോക്ക് എന്നാ ഇവളുടെ പേരിലും 1,00,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കാർഡ് വന്നു. ഈ അലക്സ് എന്ന് പറഞ്ഞ എൻ്റെ മരുമനെ പറയുന്നതെല്ലാം കള്ളത്തിനാണ്. ഞങ്ങൾ വീട് വിറ്റതല്ല. കമ്മീഷൻ ഓഫീസിൽ വന്നിട്ടാ പോയത്, അവർക്ക് വേണ്ടി പേപ്പറിലെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ 14 തീയതി വന്നിട്ടാ പോയത്. ഞങ്ങൾ വന്നിട്ടാ പോയത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ. ഞങ്ങൾ കൊല്ലത്ത് വന്നിട്ടാ പോയത്. ആ വീട് വിറ്റതല്ല, വിൽക്കാൻ പറ്റത്തില്ല. 7 സെന്റ് സ്ഥലം 3 സെന്റ് സ്ഥലം വിറ്റ് ഇവരൊക്കെ കടം തീർക്കാൻ വേണ്ടി കടം തീർത്തു. ഉളക്കൾ അറിയിക്കുകയും ചെയ്തു. രണ്ടാളും കൂടെ ഇഷ്ടം പോലെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം വാങ്ങിക്കും. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തതാ, അതിങ്ങനെ പണി ചെയ്തപ്പോൾ തട്ട സാധനങ്ങളൊക്കെ എടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇച്ചിരി കടമായിപ്പോയി, അങ്ങനെ എടുത്തതാ. ഇവരെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്, ഇവരും കൂടെ കൂടിയാണോ കടവാക്കിയത്? അല്ല, അതൊക്കെ അറിയാലോ. അവര് രണ്ടുപേരും കൂടെ, ഞങ്ങളല്ല. രൂപ ഇട്ടുണ്ട്. ഞാൻ ഇവരെ ഒരു പരിഹാരം കണ്ടെത്തണ്ടേ, അതിനുവേണ്ടി ഞാൻ കമ്മീഷൻ ഓഫീസിൽ വന്ന് പേപ്പർ വീട് വിറ്റതല്ല, 3 സെന്റ് ഞങ്ങൾ ബ്ലോക്ക് പറഞ്ഞ് ഈ കടം തീർക്കാൻ വേണ്ടി കൊടുക്കുക, ബാക്കി 4 സെന്റ് അവിടെ ഇട്ടേക്കുക, അത് അവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് താമസിച്ചുള്ള. ഞങ്ങൾ ഈ അനി അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്തുമാത്രം രൂപ ചെലവാക്കിയിട്ടുണ്ട്? അത് 2 ലക്ഷം രൂപ പോട്ടെ, 2 ലക്ഷത്തോളം. ആ ബാധ്യതകളൊക്കെ നിങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ദൈവം തന്ന രോഗങ്ങളും കാര്യങ്ങളും അതിനെ ചികിത്സിച്ചേ പറ്റൂ, നിങ്ങൾ ഉണ്ടാക്കിയ കാര്യം. അപ്പം അതിലേക്കല്ല വരുന്നത്. അനിക്ക് അവരുമായിട്ടോ ലിൻസിക്ക് അനിയുമായിട്ടോ ജീവിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ മടിയോ ഒന്നുമില്ല. അവർ നല്ല സന്തോഷമായിട്ട് ജീവിച്ചവർ തന്നെയാണ്, യാതൊരു പ്രശ്നവുമില്ല. ഇടക്കാലത്ത് എന്തോ ഒരു സമയദോഷത്തിനൊരു സംഗതി സംഭവിച്ചു പോയി. ഇപ്പം അതില്ല എന്ന് അനി ആണയിട്ട് പറയുന്നു. അത് തെറ്റിദ്ധാരണയായാലും എന്തിൻ്റെ പേരിലായാലും അത് ലിൻസി മറക്കാൻ തയ്യാറാണ്. പഴയതൊന്നും ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഇനി ലിൻസി അതിനെപ്പറ്റി ഓർക്കുന്നില്ല എന്ന് വെക്കുക. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു ജോലിയും ശമ്പളവും കിട്ടിയ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്കും അറിയാം. മനസ്സിലായില്ലേ? പിന്നെ ഇവരും കൂടെ അവിടെ വന്ന് കൊച്ചുമായിട്ട് അവിടെ നിന്നാൽ കൂടുതൽ ബാധ്യതയാവുമല്ലേ? അതില്ല, ബാധ്യതയില്ല. എൻ്റെ മക്കൾ അവിടെ വന്നാൽ മതി. ഞാൻ എങ്ങനെയായാലും ശരി, ഏത് ബുദ്ധിമുട്ട് സാധിച്ചാലും ശരി, എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ മരണം വരെ. ഇപ്പൊ ഓൾറെഡി ഇവരുടെ അവിടെ ഈ 1,00,000 രൂപയുടെ പേപ്പർ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്ന് കിടക്കുന്നു. അതിനൊന്നും പറയണ്ട, ഞാനെല്ലാം ചെയ്തോളാം. അതുമെല്ലാം നിങ്ങൾ തീർത്തോളാം. ഈ കുഞ്ഞിന്റെ പഠിത്തത്തിന്റെ കൊടുക്കണ്ടെങ്കിൽ അവരെ ബാധിക്കത്തില്ല. പറ്റത്തില്ല. ഈ കുഞ്ഞിന്റെ പഠിത്തവും നിങ്ങൾ നോക്കും. അവിടെ നല്ല സ്കൂളിൽ ചേർത്ത് ആ കുട്ടിയുടെ പഠിത്തം അവർ നന്നായിട്ട് നോക്കും. ഈ കടങ്ങളൊന്നും ലിൻസിയെ ബാധിക്കത്തില്ല. മാഡം, ഈ കടമല്ല അച്ഛനും അമ്മയും കൂടെ തീർക്കുന്നൊക്കെ. പക്ഷെ ഒരു ഭർത്താവിന്റെ അച്ഛന്റെയോ സ്നേഹമോ പ്രൊട്ടക്ഷനോ ലവോ അതിപ്പം 10 വർഷം അവർക്ക് അത് ബോധ്യപ്പെട്ടതാണ്, നിങ്ങൾ തീർക്കും. പക്ഷെ ഈ അനി ഈ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കുവോ? സംരക്ഷിക്കണം എന്ന് വെച്ചാൽ അനി അവിടെ നിൽക്കുവോ? പിന്നെ മനുഷ്യനാകുമ്പം കൂലിപ്പണി എടുക്കുന്നത് ചിലപ്പോ അപ്പൊ ദൂരോട്ട് മാറി പണിക്ക് പോകുമ്പോ നീ ഇങ്ങനെയല്ലേ പോകുന്നത് സംശയം കൊണ്ട്
അത് പാടില്ല. അത് പാടില്ലെന്ന് പറയണം. എനിക്ക് എന്റെ ജോലിക്ക് അതുണ്ടാവില്ല. അതിപ്പം എല്ലാവരും അതിനെ കുറിച്ച് പറയാതെ ഉണ്ടാവത്തില്ല. കാരണം അവര് ന്യായമായിട്ടൊരു ഭാര്യയുടെ സ്ഥാനത്ത് അവർ പ്രതികരിച്ചത് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വളരെ ബുദ്ധന്റെ ഭാഷയിൽ പറയാൻ അറിയത്തില്ലല്ലോ. അവരൊരു പച്ചയായ സ്ത്രീ, അവരവർ നല്ലോണം ജീവിച്ചിരുന്ന ഒരു കുടുംബം, ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി, വീണ്ടും വീണ്ടും അയാൾ അതിലേക്ക് പോകുന്നു എന്നുള്ള അവരുടെ വെപ്രാളവും പരവേശവും അവരങ്ങനെ പെരുമാറിപ്പോയി. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സംശയത്തിന്റെ പേരിലാണ് ഒരു സ്ത്രീ പറയുന്നതെങ്കിൽ നമുക്ക് അവരെ ചീത്ത പറയാം. അവരുടെ മുമ്പിൽ പിന്നെ നന്നായിട്ട് തെളിഞ്ഞു ഇതാണ് സംഗതി എന്നുള്ളത് സമ്മതിച്ചല്ലോ. അതങ്ങനെ സംഭവിച്ചു പോയി. അതിനുശേഷവും പിന്നെ അയാൾ അതിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല എന്നുള്ളത് അയാൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, അത് ഈശ്വരനും അറിയാം. അപ്പൊ ഇപ്പം അയാൾ അതിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നു. നമ്മൾ അത്രേ പറയാവോ അമ്മേ? അതിനപ്പുറത്തോട്ട് മക്കളെ കുറിച്ച് നമുക്ക് പല മുഖങ്ങളുണ്ട്. സൈഡല്ല, ഓരോരുത്തർക്കും അവരുടേതായ ഭാഗത്ത് ഓരോ മുഖങ്ങളുണ്ടാവും. ഇപ്പം അയാൾ തന്നെ സമ്മതിച്ചു, അയാൾ നല്ല കഠിനാധ്വാനിയായ ഒരു മനുഷ്യനാണ്, നന്നായിട്ട് ജീവിച്ച മനുഷ്യനാണ്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അത് വിട്ടേക്കുക. എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ആ കടം ഞാൻ തീർക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ലിൻസി പറയണം, അലക്സും പറയണം. ഇതിപ്പം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ ഈ കുട്ടിയുടെ അവധി വരെ പറ്റത്തില്ലായിരിക്കും. ഇങ്ങനെ ഈ വാക്കിൽ ലിൻസി നല്ല രീതിയിൽ 10 വർഷം ജീവിച്ച സ്ത്രീയാണ്. നിങ്ങൾക്കറിയാം അയാൾ നന്നായിട്ട് നിങ്ങളെ നോക്കുന്നൊരു മനുഷ്യനായിരുന്നു. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ് ഇനി അങ്ങോട്ട് ഒരു കടവും അയാൾ നിങ്ങളുടെ തല വയ്ക്കത്തില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു. ഒരു പൈസ പോലും തല വയ്ക്കത്തില്ല. നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. അവരെങ്ങനെയായാലും അവരത് തല പണയം വെച്ചാൽ അവരത് ചെയ്തോളൂ. ഇടയ്ക്ക് പറഞ്ഞു, മക്കളെ നമുക്ക് അവരെ അവിടെ സഹായിക്കണം, അവർക്ക് അവിടെ ഭൂമി ഇട്ടിട്ടുണ്ട്, അവിടെയും വീടൊക്കെ വയ്ക്കണം. അതിനെല്ലാം പോകാൻ കണ്ടിരുന്നപ്പോഴാണ് അവരെ വീട്ടിലാണ് ഞങ്ങളെ 7-8 മാസമായിട്ട് ഞാൻ പിന്നെ അത് മതിയാക്കി വെച്ചു. ഞാൻ ഇഷ്ടം പോലെ ആട്ടോ കണക്കാക്കി. ഇത് അവരെ അടുത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. ഇപ്പോഴിനി വന്നാലും അത് തന്നെ, അവരെ ഞങ്ങൾ കൈവിടുന്നില്ല. അവരും പാവങ്ങളാണ്, ഞങ്ങളും പാവങ്ങളാണ്. അവർക്ക് എന്ത് സഹായങ്ങളും എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ല, ഇതിനകത്ത് ഒരു വാക്കി പോലും നമുക്കിപ്പോൾ ഒരാളിനോട് ദേഷ്യം തോന്നി അല്ലെങ്കിൽ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാമല്ലോ, ദേഷ്യപ്പെട്ട് കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഒന്നും ലിൻസി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിനെക്കുറിച്ചും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അയാളും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സംസ്കാരമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ ജീവിച്ചിരുന്നവരാണ്. എന്തോ എല്ലാവരുടെയും ജീവിതത്തിൽ പറ്റുന്ന പോലെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു പോയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അവർക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു തെറ്റ് അനിയുടെ ഭാഗത്തുനിന്ന് വന്നുപോയി, അതുകൊണ്ട് ഈ ജീവിതം ഇത്ര ഒരു കുളമായി. അതിൽ നിന്ന് നമ്മൾ കരകയറാൻ നോക്കുക, ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ഞാൻ രംഗത്തിറങ്ങി, എൻ്റെ മരുമകളെ അറിയിക്കാതെ കൊണ്ട് ഞാൻ ഇറങ്ങിയത്. അവനെ നിയമത്തിൻ്റെ കൊണ്ടുവന്ന് അതും എല്ലാം ഇവർക്ക് വേണ്ടി തന്നെ ആയിരുന്നു. ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഈ നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ ഇവർ വീണ്ടും ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും മുൻപോട്ട്. കാരണം പുള്ളിക്കാരൻ പപ്പ അന്ന് കൂടെ വീട്ടിൽ വരുമ്പോൾ ഈ അടുത്ത സമയത്ത് മെഡിക്കൽ ചെക്കപ്പിന് പോകാൻ വേണ്ടി വന്നപ്പോൾ ഉടനെ അന്ന് പറയുന്ന അവിടെ വീട് വാടകയ്ക്ക് താമസിക്കുന്നവ എന്നെ വിളിച്ചിരുന്നു, അവളെ കാണാനില്ലെന്ന് അവിടെ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ. അവൻ നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ല ഇങ്ങനെ. അപ്പോൾ പപ്പ പറഞ്ഞു അവളെ കാണാനില്ല അവിടെ. ഞാൻ പിന്നെ അവളോട് പോയി ഫിൽജി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുകയല്ലേ, കണ്ണൂരോട്ട് പോയിരിക്കുകയല്ലേ എന്തോ ആവശ്യത്തിന്. അപ്പോൾ അവൾ അവിടെ കാണാനില്ല, ഇനി ഇപ്പം അവളെയും പിന്നെയും വിളിച്ചോണ്ട് പോയോ. പപ്പ തന്നെ കൂടെ ഇങ്ങനെ പറയുന്നത്. അല്ല ഞാൻ ഇത് വേറെ പ്രശ്നമല്ല, പപ്പ വന്നിങ്ങനെ പറയും. പപ്പ അറിയിക്കും നമ്മളെ. ഇവളെ കൊണ്ടുപോയ ആ സമയം തൊട്ട് പുള്ളിക്കാരൻ മദ്യം കഴിക്കുമായിരുന്നു. നിങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ടോ മകനിപ്പം? ഇപ്പോഴത്തെ കാര്യം ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനകത്തിപ്പം അനി നിങ്ങളെക്കുറിച്ച് ഇപ്പം നിങ്ങളുടെ അളിയൻ പറഞ്ഞ അഭിപ്രായം അസൂയ തോന്നുന്നൊരു ജീവിതമാണ് നിങ്ങൾ നയിച്ചിരുന്നത്. ഇത്രയും നല്ല അധ്വാനിച്ച് നിങ്ങളെ അത്രയും വിശ്വാസമില്ലെങ്കിൽ ലീഗലായിട്ട് കല്യാണം നടത്താതെ ഒരു വിശ്വസ്തരാങ്ങളെ കൈ പിടിച്ച് നിങ്ങളെ ഏൽപ്പിക്കത്തില്ല. ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്ന് ഏൽപ്പിച്ചു. കാരണം നിങ്ങൾ ആ 1 മാസം അവിടെ നിന്ന സമയത്ത് നിങ്ങളൊരു നല്ല അച്ചടക്കമുള്ള ഒരു മനുഷ്യരാണെന്ന് തോന്നിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പിടിച്ച് അങ്ങനെ ഏൽപ്പിക്കൂ. അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് സംഭവിച്ചു പോയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവരും എല്ലാവരും മറക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ ലിൻസിക്ക് നിങ്ങളെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞാണ് അവർ എന്നൊക്കെ നിങ്ങളോട് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിലോ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിലോ എന്തെല്ലാം അവർ ക്രൂരമായിട്ട് സംസാരിച്ചാലും അതിൻ്റെയൊക്കെ കാരണം നിങ്ങളുമായിട്ട് തന്നെ വീണ്ടും ജീവിക്കണം. അതല്ലെങ്കിൽ ഇയാളിങ്ങനെ മോശപ്പെട്ട ഒരുത്തനായിപ്പോയി, എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ കൊച്ചിനെ പോറ്റാൻ പറ്റും, ആ ബോറോ തൻ്റെ പാട്ടിലെന്ന് അവർ പറഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്തിരിക്കുന്നത് മുഴുവനും തെറ്റുകളാണ്. ആരായാലും ഒരു പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും പെരുമാറാൻ ഒരു മറ ഇങ്ങനെ വരും. അത് അവർ ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്ത് വളരെ മര്യാദക്കുള്ള രീതിയിൽ നോക്കാൻ നോക്കിയില്ല. അപ്പം നിയന്ത്രണമില്ലാത്തൊരു വീട്ടിൽ വളർന്നൊരു കൊച്ചിൻ്റെ പ്രശ്നങ്ങളാണ്. അത് പോട്ടെ, അത് അവരുടെ ജീവിതം എന്തോ ആയിക്കോട്ടെ. ഇതുകൊണ്ട് ആ കുട്ടിയുടെ ഭാവി നല്ലോണം രക്ഷപ്പെടും. നല്ല മനസ്ഥിതിയോട് ചിന്തിച്ചോ, എങ്ങനെയെങ്കിലും അത് അങ്ങനെ ആയല്ലോ. നാളെ ഒരു കാലത്ത് വളരെ മെച്ചുവേർഡായിട്ട് നല്ലൊരു ജീവിതം ആ കുട്ടി നയിക്കുമ്പോൾ ഈശ്വര രക്ഷപ്പെട്ടു, ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തിരുന്നെങ്കിൽ എന്തായേനേന്നത് പറയും.
സാർ ഒരു മിനിറ്റ്. ആ കൊച്ചിനെ പറ്റിയാണെങ്കിൽ ആ കൊച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം വരും. നേരെ നമ്മളെ തോല വീട്ടിലെല്ലാം കയറി കിടക്കുക. ആ തള്ള നിയന്ത്രിക്കത്തില്ല, അതിന് ബന്ധുക്കൾ നിയന്ത്രിക്കില്ല. ഈ പാവപ്പെട്ട ഞങ്ങളെ വന്ന് വീണത് ആ എണ്ണം കിട്ടത് വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എൻ്റെ മക്കളെയും പല വഴിക്ക് തെറിപ്പിച്ച് എൻ്റെ ജീവിതവും തെറിപ്പിച്ച് ആ 10 നാൾ ജീവിക്കാതെ ആ കുടുംബങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ആ വേദന മരണം വരെ മാറാൻ. എന്തായാലും പോട്ടെ സാർ, കാരണം അതെന്തറിയോ, എന്തായാലും ആ കുട്ടി വളരെ കൊച്ചുകുട്ടി, അത് ഇനി കുറെ കൂടെ പക്വത വരുമ്പോൾ ജീവിതം പഠിക്കുമ്പോൾ അതെല്ലാം മാറ്റിക്കോളും. ആരായാലും നമ്മൾ അതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും പരാമർശിക്കാതെ എവിടെയെങ്കിലും പോയി ജീവിക്കണം. എന്തായാലും അനിയോടും ലിൻസിയോടും കുറച്ച് നേരം പേഴ്സണലായിട്ട് സംസാരിച്ച് വരാൻ നമ്മൾ ആ സമയം അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും വന്നു. എന്താണ് അടുത്ത നടപടി നമുക്ക് നോക്കാം. ലിൻസി സംസാരിച്ചോ? അനി രണ്ടുപേരും എന്ത് തീരുമാനത്തിലെത്തി ലിൻസി? കുറച്ച് ദിവസം കൂടെ നോക്കാം, പോയി നോക്കാം. നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ കൂടെ ജീവിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നോക്കാം. അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ച് നോക്കാം അല്ലേ? ആ, അതല്ല കാര്യം. നമുക്ക് അവിടെ ചെന്ന് താമസിച്ച സാഹചര്യം അമ്മായിമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ, എങ്കിലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളും നമുക്ക് പറയാവുന്നല്ലാതെ നേരിട്ട് നിങ്ങൾ പോയി താമസിച്ച് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനൊക്കത്തുള്ളൂ. പിന്നെ എന്താ അനി എന്ത് പറഞ്ഞു? അങ്ങനെ മതി, അത് തന്നെ മതി, താമസിച്ചിട്ട് മതി. താമസിച്ചിട്ട് നിങ്ങൾ 10-13 വർഷം ഒരുമിച്ച് ജീവിച്ച ഒരാളിൻ്റെ എല്ലാ ഭാവങ്ങളെ കുറിച്ച് ലിൻസിക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ഒരു സന്തോഷം. അവന് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും, പ്രത്യേകിച്ച് ആൺകുഞ്ഞാവുമ്പം. അച്ഛനും അമ്മയും ഒരുമിച്ച് താമസിക്കുന്നു, അപ്പൂപ്പനും അമ്മയെ കൊണ്ട് എല്ലാവരും ഒരുമിച്ചുള്ളൊരു അന്തരീക്ഷത്തിൽ താമസിക്കുന്നു എന്നുള്ളത് അവൻ്റെ വലിയൊരു സന്തോഷമായിരിക്കും. അങ്ങനെ നോക്ക്, അത് തന്നെ ആയിരിക്കും നല്ലത്. മാഡം എന്താ പറയുന്നത്? അനിലിൻ്റെ ഒരു ചെറിയ തെറ്റുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും സഹിക്കേണ്ടി വന്നു. ആ തെറ്റ് ഉണ്ടായത് മനസ്സിലാക്കിയിട്ട് ഇനിയും തെറ്റുകളിലേക്ക് പോവാതെ ഉണ്ടായ തെറ്റുകൾ മറന്ന് രണ്ടുപേരും ഒന്നായിട്ട് ഇനിയും ഭാവി ജീവിതം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയും ഒന്നായി ജീവിക്കുക. അതിന് അച്ഛനും അമ്മയും വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതുപോലെ ലിൻസി, ഇനി ഒരിക്കലും നമ്മൾ പഴയ കാര്യങ്ങൾ സംസാരിക്കുകയോ അതിനെക്കുറിച്ച് ഇപ്പം എത്ര വലിയ കുറ്റവാളിയും കൊലപാതക കുറ്റം ചെയ്ത ആളിന് പോലും ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് പുറത്തിറക്കുന്നത് അവരുടെ കുടുംബത്തിലോടും എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെ ചെയ്തതല്ലേ എന്നൊരു വാക്ക് വീണ്ടും വീണ്ടും പറയരുത്. അതൊരാളിനെ വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയേ ഉള്ളൂ. ഇതൊരു പിന്നെ മനഃശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. കൗൺസിലറാണ് പറഞ്ഞു തരും. പിന്നെ ഒന്നുകൂടെ ഉണ്ട് മാഡം, ഇവർ ലീഗലായിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം ഉടനെ രജിസ്റ്റർ ചെയ്യണം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്താൽ മതി. ലിൻസിയോട് പറയാനുള്ളൊരു ചെറിയൊരു അഡ്വൈസാണ്, നമ്മളതൊരു സ്വപ്നം പോലെ അങ്ങ് മറക്കുക. ഇനി അതിനെ പറഞ്ഞ് വീണ്ടും വീണ്ടും അത് വലുതാക്കരുത്. ഇനി അതിനെക്കുറിച്ച് ആ ചാപ്പിനെക്കുറിച്ച് പറയുകയേ ചെയ്യരുത്. നിങ്ങൾ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കണം. ആ കുട്ടിയുമായിട്ട് സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാൻ പറ്റും. ആ മനസ്സിനകത്ത് ആ ധൈര്യം കൂടെ കൊടുക്കുക. അതിന് എല്ലാവിധ സഹകരണവും സപ്പോർട്ടും എല്ലാം അപ്പൂപ്പനും അമ്മൂമ്മയുടെയും ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ സഹോദരൻ, എല്ലാ കുടുംബാംഗങ്ങളും കൂടി ചേർന്നിട്ട് അങ്ങനെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തുറന്ന് സംസാരിച്ചില്ലേ? സംസാരിച്ചപ്പം മനസ്സിനൊരു ഇപ്പം കിട്ടിയൊരു ആശ്വാസം. മുമ്പോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരിത് നമ്മൾ കൂടെ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴും കാണിക്കുക. കാരണം ഇപ്പം നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിക്കാൻ തുടങ്ങി കഴിയും ഓരോ ദിവസവും, മാസങ്ങൾ, വർഷങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കാതെ കുഞ്ഞിന് വേണ്ടിയും കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ പൊതുവെ പറയാറുണ്ട്, പാരൻസിനോട് ചോദിക്കുമ്പോൾ പറയാം ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ കിട്ടുന്ന ഒരു ഉത്തരം എന്താ? മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ മറന്നുപോയ ഒരു ജീവിതം അത് ഇനിയെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക. അതുപോലെ ജോലിയെടുത്ത് കിട്ടുന്നത് കൊണ്ടുവന്ന് ഭാര്യയ്ക്കും കുഞ്ഞിനും കൊടുത്തതും ചെലവ് നടത്തണം. അത് ഒരു അച്ഛൻ്റെ കടമയും കൂടിയാണ്. ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കുക എന്നുള്ളത് അത് ചെയ്യണം. പക്ഷെ അദ്ദേഹത്തിന് ഇടക്കാലത്തുണ്ടായ കുറച്ചൊരു പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണെന്നുള്ളത് ലിൻസിയുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ലിൻസിക്ക് തന്നെ അറിയാം. സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം കൊണ്ടും നല്ലൊരു പുരുഷനായിട്ടും നല്ലൊരു മനുഷ്യനായിട്ടും അയാൾ ജീവിച്ച് കാണിച്ച ആളാണ്. ഇടക്കാലത്തുണ്ടായത് ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യും? ഒരു മനുഷ്യനൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സഹിക്കണ്ടേ? ആ ഒരു 3 വർഷം അയാൾ കിടന്ന കിടപ്പിൽ രോഗം വന്നുപോയ ഒരു അവസ്ഥയായിരുന്നെങ്കിലും. പിന്നെ ഒരാളിൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ മക്കളാണെങ്കിൽ പോലും
അവരറിയാതെ അവരുടെ ഒരു പുസ്തകം എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് ലിൻസിക്ക് നന്നായിട്ട് മനസ്സിലാവും എന്തുദ്ദേശിച്ചാണ്. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ യാതൊരു കാരണവശാലും ഈ ഇത്തരം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് അവൻ്റെ മനസ്സിനകത്തൊരു ഡബിൾ മൈൻഡ് ഇങ്ങനെ ഉണ്ടാവും. അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ലിൻസിക്കാണ്. അത് അവൻ എപ്പോഴെങ്കിലും പിന്നെ ഇപ്പോൾ അവൻ അങ്ങനെയുള്ള കാര്യങ്ങളോ സംശയങ്ങളോ എന്തുകൊണ്ട് അച്ഛനും അമ്മയും ഇങ്ങനെ താമസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അവൻ അറിയോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മളൊക്കെ പേഴ്സണൽ അനുഭവങ്ങൾ വെച്ച് പറയുകയാണ്. അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഒരിക്കലും ചർച്ച ചെയ്യാതിരിക്കുക. കുഞ്ഞിൻ്റെ മനസ്സിൽ അച്ഛൻ വലിയൊരാൾ തന്നെ, അവൻ്റെ സംരക്ഷകനാണിന്ന്. അതുപോലെ അമ്മയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് കുടുംബക്കാർ, ആ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ അവരെ വെച്ച് കാര്യങ്ങൾ വിസ്തരിക്കുക, ഇത്തരം കാര്യങ്ങൾ പറയുക. അച്ഛൻ്റെ കുടുംബം അച്ഛനെ പ്രകീർത്തിച്ചും അമ്മയെ മോശപ്പെടുത്തിയും, അമ്മയുടെ കുടുംബം അച്ഛനെ കുറേ കുറ്റം പറഞ്ഞും, ഇങ്ങനെ ഉള്ള ഒരു സംഗതികൾ ഒഴിവാക്കിയാൽ തന്നെ ആ കുഞ്ഞ് നല്ലൊരു കുഞ്ഞായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ചൊരു തീർപ്പിലേക്ക് പോവാമല്ലോ അല്ലേ അലക്സ്? എന്ത് പറയുന്നു? അലക്സിന് അല്ലെങ്കിലും വലിയ സന്തോഷമാണ്. കാരണം പിന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുള്ളൂ. നേരത്തെ അദ്ദേഹം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു, ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് താമസിക്കണം. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ആ കുഞ്ഞിനൊരു വിഷമം ഉണ്ടാവാത്തത്. അതിൽ നിന്നൊന്നും മാറിക്കഴിയുമ്പം ആ ചിന്തയിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ള ഒരു സൈക്കോളജി അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞു. അതുപോലെ ലിൻസി അവിടെ ചെന്നാലും ജോലി ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു വർക്കിന് പോകാനും മറ്റു കാര്യങ്ങൾക്കും കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാനും ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും അവർക്ക് ഇപ്പോൾ ഉള്ള ലെവലിലുള്ള എന്ത് ഇൻഫ്ലുവൻസ് ആയാലും യൂസ് ചെയ്തിട്ട് അത് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തീർപ്പിലേക്ക് പോവുകയാണേ. ഇനിയിപ്പം അനിയോട് പറയാനുള്ളത്, ആ പെൺകുട്ടിയായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും പാടില്ല. അങ്ങനെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ വാണിംഗ് കൊടുക്കുക, ഇനി മേലാൽ വിളിക്കരുത്, എനിക്ക് ഭാര്യയും കുഞ്ഞുമുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടുപേരും പറഞ്ഞ വ്യവസ്ഥക്കനുസരിച്ചുള്ള തീർപ്പ് ഇപ്പോൾ വായിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്കിനി ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചേ പറ്റൂ രണ്ടുപേരും. അതിനകത്തുനിന്നൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അലക്സ് ഓക്കെ ആണല്ലോ? അച്ഛനും അമ്മയൊക്കെ ഓക്കെ അല്ലേ? ശരി, വായിക്കാം മാഡം. താഴെ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ലിസിയും അനിയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. വ്യവസ്ഥകൾ: 1. ലിൻസിയും അനിയും തമ്മിലുള്ള വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. 2. ലിൻസിയും അനിയും ഭാര്യാഭർത്താക്കന്മാരായി അനിയുടെ മാതാപിതാക്കളോടൊപ്പം തളിപ്പറമ്പിനടുത്ത് ഒടുവള്ളിയിലുള്ള വീട്ടിൽ താമസിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ലിൻസിയുടെയും അനിയുടെയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അക്ഷയ് ഇപ്പോൾ പഠിക്കുന്ന ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് TC കിട്ടുന്നതുവരെ ലിൻസിയുടെ സഹോദരൻ അലക്സിനോടൊപ്പം അലക്സിന്റെ വീട്ടിൽ താമസിക്കുന്നതും TC കിട്ടുന്ന മുറയ്ക്ക് കുട്ടിയെ ലിൻസിയോടും അനിയോടും ഒപ്പം കൊണ്ടുപോയി താമസിപ്പിക്കുന്നതുമാണ്. അനിയുടെ പേരിലുള്ള നിലവിലുള്ള കടബാധ്യതകൾ തീർക്കുന്നതിന് ലിൻസിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അനിയുടെ മാതാപിതാക്കളായ സോമനും ലീലയും സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും സമയം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ബഹുമാനപൂർവ്വമായ കൂപ്പുകയും. നമുക്കും അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ടെൻഷനൊന്നും എടുക്കണ്ട, കാരണം സുഖമില്ലാത്തതാണ്. പിന്നെ ടെൻഷനൊന്നും വേണ്ട, എല്ലാവരും സുഖമായിട്ട് നന്നായിട്ട് ജീവിക്കുക. എന്തായാലും നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ ഒരു ഫലം ഉണ്ടാവുന്നു. ഒരു കുടുംബം ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഡ്യൂട്ടിയാണ്. അത് നല്ലൊരു അമ്മായി അച്ഛനും അമ്മായി അമ്മയും ലിൻസിക്ക് കിട്ടിയത് ലിൻസിയുടെ ഭാഗ്യം. അതിനേക്കാൾ വലിയ ഭാഗ്യം തന്നെയാണ്, നല്ലൊരു ഭർത്താവ് തന്നെയാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ ഒരബദ്ധം പറ്റി, അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ലിൻസിയും മകൻ അക്ഷയും അനിയും ഒത്തുള്ള ജീവിതത്തിന് എൻ്റെയും ഞങ്ങളുടെ ജഡ്ജിങ് പാനലിൻ്റെയും കൈരളി ചാനലിൻ്റെയും ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം.